ഹേ ഗായ്സ്, ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ വേറെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അമ്മൂട്ടനെ ഫസ്റ്റ് ടൈം ആയിട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കി, നല്ല പിടിച്ചിരിക്കും നോക്കി. അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ ബീഫിൻ്റെ പോഷൻ, അപ്പോൾ രാത്രി ഒരു ചെറിയ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് നമ്മളത് എയർ ഫ്രയറിനകത്തോട്ട് വെച്ച് ചെറിയതായിട്ടൊന്ന് വേവിച്ചെടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ ഈ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ ഈ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കത് വൃത്തിയാക്കാനായിട്ട് അവസാനം ഹെൽപ്പ് ചെയ്യും. ഈ സാലഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇത്തിരി പുറകോട്ടാണ്. സാധാരണ ഇംഗ്ലീഷുകാരൊക്കെ ആണെന്നുള്ള അടിപൊളിയായിട്ട് സാലഡൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാവാറില്ല. അതിനൊക്കെ ബീഫ് കാണുമ്പോൾ കുറച്ച് കരിഞ്ഞിരിപ്പുണ്ടെങ്കിലും സംഭവം അത്ര കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ അത് കുഞ്ഞു അരിഞ്ഞതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസിനകത്ത് അങ്ങോട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഒലിവ് ഓയിൽ മയണൈസും അങ്ങോട്ട് പ്ലീച്ചി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ. കുറച്ച് സ്പൈസി ആയിക്കോട്ട് കുറച്ച് പെരിപ്പരി ആഡ് ചെയ്തു. പെരിപ്പരി കുറച്ച് കൂടി പോയെന്ന് ഡൗട്ടുണ്ട്. ശകല എരി കൂടുതലായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുന്ന മൃദുലയാണ് ഇന്നത്തെ. നമ്മളിങ്ങനെ ഓരോ പുതിയ ഫുഡൊക്കെ പരീക്ഷിച്ചിട്ട് അതൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അതെ, അമ്മൂട്ടിന് ഇവിടെ കൊതിയേക്കൂട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.